ഹായ് മക്കളെ, എങ്ങനെയുണ്ടടാ പഠിത്തം? എല്ലാം ഉഷാറായി പോകുന്നുണ്ടെന്ന് അറിയാം. കൂടുതൽ അടിപൊളിയാക്കാൻ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്ലാനിങ് വേണം. അപ്പോൾ നിങ്ങളുടെ കെമിസ്ട്രിയിലുള്ള ഫിസിക്കൽ കെമിസ്ട്രി നമുക്ക് എങ്ങനെ പഠിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നിങ്ങളുടെ കൺസേൺ ഏത് ടോപ്പിക്ക് റെഫർ ചെയ്യണം, ഏത് ബുക്ക് റെഫർ ചെയ്യണം എന്നായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം എന്നറിയാം. അപ്പോൾ അതിനൊരു ഉത്തരേ ഉള്ളൂ, NCERT ബേസ്ഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അതിൻ്റെ പ്രൂഫ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ PYQ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 2024, 2023, 22, 21, 20 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് NCERT ബേസ്ഡ് ആയിട്ട് മാത്രമേ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുള്ളൂ, വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ NCERT ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. അപ്പോൾ NCERT നിങ്ങൾ വായിക്കുന്ന സമയത്ത് അതിൽ കുറേ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് ചെയ്ത് നോക്കണം. അതിനുശേഷം ചാപ്റ്റർ എല്ലാം പഠിച്ചതിന് ശേഷം അതിൽ അഡീഷണൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിർബന്ധമായിട്ട് മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് ചെയ്ത് നോക്കണം. കാരണം അഡീഷണൽ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ ഒരു തിയറി പക്ക കൺസെപ്ച്വലി റെഡി ആയിട്ടുണ്ട് എന്നാണ്. ഈ അഡീഷണൽ എക്സസൈസ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് അഡ്വാൻസിന് പോലും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പം NCERT നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡീഷണൽ എക്സസൈസ് ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ JEE ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 30 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ഉണ്ടാവുക. ആ 30 ക്വസ്റ്റ്യനിൽ ഏകദേശം ഒരു 10 to 12 ക്വസ്റ്റ്യനാണ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് നിങ്ങളോട് എന്ത് ചെയ്യുക, ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതിൽ ആ 30 ക്വസ്റ്റ്യനിൽ 10 ക്വസ്റ്റ്യൻ ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും നമുക്കറിയാം, ഏകദേശം അതിലുള്ള ഒരു 70% ക്വസ്റ്റ്യനും ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് വരാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത്, നിങ്ങൾ PYQ ചെയ്യുന്ന സമയത്ത് ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, കൂടുതലായിട്ട് മക്കൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആ കാര്യം മക്കൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് എപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വേണം. ഇനി പറയാനുള്ളത്, നമ്മൾ NCERT വായിക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ കുറേ ചാപ്റ്റേഴ്സ് കണക്റ്റഡ് ആയിട്ട് പഠിക്കേണ്ട കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയും സൊല്യൂഷനും നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്തിട്ട് പഠിക്കണം. സം ബേസിക് കൺസെപ്റ്റിൽ കുറേ കോൺസെൻട്രേഷൻ ടേംസ് ഉണ്ട്. ആ കോൺസെൻട്രേഷൻ ടേംസ് തന്നെയാണ് എവിടെയും വരുന്നത്, സൊല്യൂഷനിലും വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ സം ബേസിക് കൺസെപ്റ്റും സൊല്യൂഷനും എന്ത് ചെയ്യണം, ഒരുമിച്ചിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. അതേപോലെ തന്നെ റെഡോക്സും ഇലക്ട്രോ കെമിസ്ട്രിയും നമുക്ക് എന്ത് ചെയ്യണം, ഒരുമിച്ച് പഠിക്കണം. ഇനി ഇലക്ട്രോ കെമിസ്ട്രിയിലുള്ള കുറേ കാര്യങ്ങൾ തെർമോഡൈനാമിക്സിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് കണക്ട് ചെയ്തിട്ട് പഠിക്കുക. കണക്ട് ചെയ്തിട്ടുള്ള അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യവും നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇനി നമ്മൾ PYQ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് സൊല്യൂഷൻ മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ പോരാ. ആ PYQൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള എല്ലാ തിയറിയും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതായത് JEE അഡ്വാൻസിനൊക്കെ NCERT ബേസ്ഡ് ചോദിക്കുകയാണെങ്കിൽ പോലും NCERT ഒരു ബേസാണ്. അതിൻ്റെ സറൗണ്ടിങ് ഒക്കെ ആയിട്ട് നല്ലപോലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട് മക്കളെ, ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് എവിടെ നിന്നൊക്കെ വരും എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, PYQ ക്വസ്റ്റ്യൻസ് നോക്കുക. ആ PYQ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം കിട്ടിയാൽ പോരാ. ആ PYQ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിയറി മക്കൾ എന്ത് ചെയ്യണം, പെർഫെക്റ്റ് ആക്കി വെക്കണം. ഫോർ എക്സാമ്പിൾ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു തിയറി മാത്രം പഠിക്കാണ്ട് അതിൻ്റെ ചുറ്റുമുള്ള എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെയും തിയറിയും ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് ഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിലൊക്കെ ഇഷ്ടംപോലെ ഗ്രാഫ് NCERTയിലുണ്ട്. അതുകൊണ്ട് ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും NCERTയിലുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. കെമിക്കൽ കൈനറ്റിക്സ് പോലത്തെ ചാപ്റ്ററിലുള്ള ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ മക്കൾ എന്ത് ചെയ്യണം, എന്തായാലും ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെക്കേണ്ടി വരും. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഇക്വേഷൻ ജസ്റ്റ് ബൈഹാർട്ട് ചെയ്യലല്ല. ഒരു ഇക്വേഷൻ എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യണം, ആ ഇക്വേഷനിൽ ഉപയോഗിക്കുന്ന ടേംസ് എന്താണെന്ന് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി പഠിക്കണം. ചുമ്മാ ഒരു ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്താൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല. ആ ഇക്വേഷൻ നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യനിലാണോ അപ്രോച്ച് ചെയ്യേണ്ടത്, അതേപോലെ ആ ഇക്വേഷനിൽ ഉപയോഗിക്കുന്ന ഓരോരോ ടേംസും കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. യൂണിറ്റ് മാറുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, ഇക്വേഷനിൽ കൊടുക്കേണ്ട വാല്യൂസ് എന്ത് ചെയ്യും, മാറും. അതുകൊണ്ട് കറക്റ്റ് ഏത് യൂണിറ്റ് വരുമ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ മക്കൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം അത് ബേസ്ഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു പ്ലാൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പം നിങ്ങളുടെ പ്ലാനിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലാൻ തന്നെ ചൂസ് ചെയ്താൽ മതി. എന്നാൽ പോലും അതല്ലാണ്ട് ഒരു അഡീഷണൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം NCERT ബേസ്ഡ് ആയിട്ട് പഠിക്കുക. NCERT പഠിക്കുന്ന സമയത്ത്
ആ NCERTയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ചെയ്ത് നോക്കണം. അതേപോലെ കണക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മക്കൾ എന്ത് ചെയ്യുക, പഠിക്കുക. PYQ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൻസർ നോട്ട് മാത്രം വേണ്ടിയിട്ടല്ല പഠിക്കേണ്ടത്, ആ PYQൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള എല്ലാ തിയറിയും മക്കൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വെക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ടെൻഷൻ ഇല്ലാണ്ട് കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്.